Welcome all, this is Reshma from the Department of Computer Application, Don Bosco College, Kottayam. Last class we composition of functions അവയുടെ എക്സാമ്പിൾസിനെ പറ്റിയാണ് ഡീൽ ചെയ്തത്. ഇന്ന് നമ്മൾ composition of functionുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു തിയറത്തിലേക്കാണ് പോകുന്നത്. That is the statement of the theorem. If f from x to y and g from y to z are bijections, then g composite f, which is a function from x to z, is also a bijection. So, f ഉം g ഉം രണ്ട് functions ആണ്. f from x to y and g from y to z. Both of them are bijections. That means both of them are 1, 1 as well as 1, 2. Then we have to prove that g composite f, the function, is also a bijection. That is g composite f, that is from x to z, is 1, 1 as well as 1, 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. So, I നമ്മൾ തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതുന്നു. Let f from x to y and g from y to z be bijections. That means f and g are 1, 1 and 1, 2. Here we have to prove that g composite f is a bijection. That means g composite f is 1, 1 and g composite f is 1, 2. ആയി നമ്മൾ g composite f 1, 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. Let x1, x2 element of x. നമുക്ക് 1, 1 ആണ് ഒരു ഫംഗ്ഷൻ 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 is equal to f of x2 implies x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് ആണ് 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സ് ഓഫ് എക്സ് എടുത്തു, സ്മോൾ x1 ആൻഡ് സ്മോൾ x2. We have to prove that g composite f of x1 equal to g composite f of x2 implies x1 equal to x2. So, അതിന് വേണ്ടിയിട്ട് നമ്മൾ x1 x2 എടുത്തു. If g composite f of x1 is equal to g composite f of x2 എന്നപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തു വെച്ച് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യണം. So, by definition of composition, we can rewrite this equation as g of f of x1 is equal to g of f of x2. ഇനി നമുക്കറിയാം g എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഔട്ടർ ഫംഗ്ഷൻ എന്താണ്? 1, 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? That means g of x1 is equal to g of x2 എന്ന് പറഞ്ഞാൽ implies x1 equal to x2 ആണ് അല്ലേ? That is g എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആയതുകൊണ്ട് തന്നെ g of x1 equal to g of x2 implies x1 equal to x2 ആയിരിക്കും. സോ ഈ x1ൻ്റെയും x2ൻ്റെയും സ്ഥാനത്ത് f of x1ഉം f of x2 വന്നതല്ല ഉള്ളൂ. സോ what we can write from g of f of x1 equal to g of f of x2. Since g is 1, 1, we can write f of x1 is equal to f of x2. g 1, 1 ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിന് അകത്തുള്ള രണ്ട് ഫംഗ്ഷൻസ് എന്താ നമുക്ക് പറയാം? ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. That is, since g is 1, 1, g of f of x1 equal to g of f of x2 implies f of x1 equal to f of x2. Now again, f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? f is also a bijection and hence is 1, 1. So from the definition of 1, 1 of the function f, we can say that f of x1 is equal to f of x2 implies x1 equal to x2. So f of x1 is equal to f of x2 എന്ന് നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ fന്റെ 1, 1 പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? x1 equal to x2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് g composite f of x1 is equal to g composite f of x2 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ വരെ എത്തി x1 equal to x2 നമുക്ക് കിട്ടി. That means g composite f of x1 equal to g composite f of x2 implies x1 equal to x2. Hence what we can say? We can say that g composite f is a 1, 1 function. g composition f എന്താണ്? 1, 1 function ആണ് നമുക്ക് കിട്ടും. സോ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ബൈജെക്ഷൻ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്തു? പ്രൂവ് ആയി. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ആയി. നെക്സ്റ്റ് വൺ ഈസ് g composite f is on to ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ബൈജെക്ഷൻ ആണ് അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയേണ്ടത്? ആ ഫംഗ്ഷൻ്റെ കോഡൊമെയിനിലെ ഒരു എലമെൻ്റ് ആയി ഇപ്പോൾ x2y ആണ്, അപ്പോൾ y0 എന്ന് പറയാം. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കാണ്. അങ്ങനെയെങ്കിൽ എഫ് ഓൺ ടു ആണോന്നുണ്ടെങ്കിൽ ഫോർ എവരി y0 element of capital Y there should exist an element x0 element of capital X such that f of x0 equal to y0 അല്ലേ? അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആവണോ ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഫംഗ്ഷൻ്റെ കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. എഫ് ഓഫ് x0, f of that domainലെ element
ഈക്വൽ ടു എലമെൻറ്റിൻ്റെ കോഡൊമെയിൻ നമുക്ക് പറയാനായിട്ട് സാധിക്കണം അല്ലേ. സോ ആ ഒരു രീതിയിൽ നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് നമുക്ക് എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ലൈക്ക് ഇസഡ് നോട്ട് എലമെൻറ്റ് ഓഫ് ഇസഡ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ജി കോമ്പോസിറ്റ് എഫ് ഓൺ ടു ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ഇസഡ്. എക്സിൽ നിന്നും ഇസഡിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഇപ്പോൾ അവിടുത്തെ കോഡൊമെയിൻ ഏതാണ്? ഇസഡ് ആണ്. ആ കോഡൊമെയിനിലെ എലമെൻറ്റായ ഇസഡ് നോട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇസഡ് നോട്ട് എലമെൻറ്റ് ഓഫ് ഇസഡ്. അങ്ങനെയെങ്കിൽ which implies there exists y naught element of y such that g of y naught is equal to z naught since g is on to. എന്താ പറഞ്ഞിരിക്കുന്നത്? g എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോഡൊമെയിൻ ഏതാ? z ആണ് അല്ലേ. അപ്പോൾ g കോമ്പോസിറ്റ് എഫിന്റെ കോഡൊമെയിനാണ് ഇവിടെ z എന്ന് പറയുന്നത്. ആ കോഡൊമെയിനിലെ ഒരു എലമെൻ്റായി z നോട്ട് ഞാൻ എടുത്തു. ഇതേ കോഡൊമെയിനുള്ള മറ്റൊരു ഫംഗ്ഷൻ, മറ്റൊരു ഓൺ ടു ഫംഗ്ഷനുകളുണ്ട്. ഏതാണ്? g എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. സോ ഇസഡിനകത്തൊരു എലമെൻറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ അതേ കോഡൊമെയിനുള്ള ഒരു ഫംഗ്ഷനായ ജിക്കും എന്താ ആപ്ലിക്കബിൾ ആണ്? ആ എലമെൻറ്റിൻ്റെ പ്രസൻസ് അവിടെ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഓൺ ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജി എന്ന ഫംഗ്ഷൻ വൈയിൽ നിന്ന് ഇസഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഫോർ എവറി ഇസഡ് നോട്ട് എലമെൻറ്റ് ഓഫ് ഇസഡ് we can find a y naught element of y such that g of y naught is equal to z naught അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എടുത്തത് എവിടെ നിന്നാണ്? ഇസഡ് എന്ന് എലമെൻറ്റ് എടുത്തത് എവിടെ നിന്നാണ്? ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ്. ആ സെറ്റിനെ സംബന്ധിച്ച് ആ സെറ്റ് ജി കോമ്പോസിറ്റ് എഫിൻ്റെ കോഡൊമെയിൻ എന്നതിലുപരിയായിട്ട് എന്തിൻ്റെയും കൂടെ കോഡൊമെയിനാണ്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും കൂടെ കോഡൊമെയിനാണ്. അപ്പോൾ ജി ഓൾറെഡി ഓൺ ടു ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് there exists a y naught element of y which is a domain of g such that g of y naught is equal to z naught since g is on to അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു y നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഏത് ഇസഡ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു y നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്? ജിയുടെ ഓൺ ടു പ്രോപ്പർട്ടി ഉപയോഗിച്ച്. അപ്പോൾ ഒരു y നോട്ടിൻ്റെ എക്സിസ്റ്റൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ പുറകോട്ട് പോയി എന്ന് പറയാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ്? ഓൺ ടു ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ വൈയിൽ നിന്ന്. ഈ വൈയിലൊരു എലമെൻ്റ് ആണ് ഏത്? y നോട്ട്. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ്. കൂടാതെ y നോട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് വൈയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായി. അങ്ങനെയെങ്കിൽ എഫിൻ്റെ ഓൺ ടു പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? there exists x naught element of x such that f of x naught is equal to y naught. സോ ഒരു ഇസഡ് നോട്ട് ഇസഡിലെ എലമെൻ്റ് ആയിട്ട് എടുത്തു. അവിടെ ആ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഓൺ ടു ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് there exists a y naught element of y എന്ന് പറയാം. since d is on to. ഇനി y naught എന്ന് പറയുന്ന എലമെൻറ്റ് വൈയിലുണ്ട്. കൂടാതെ ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ഏതാണ്? ഈ y ആണ്. therefore എഫ് എന്ന് പറയുന്ന ഓൺ ടു ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ y ആയതുകൊണ്ട് തന്നെ ആ ഓൺ ടുവിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? which implies there exists an x naught element of x such that g composite f of x naught is equal to z naught. എന്താണ് പറഞ്ഞു തുടങ്ങിയത്? എങ്ങനെയാണ്? ഇസഡ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു y നോട്ട് ഉണ്ട്, y നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് നോട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് എങ്ങനെ പറയാം? ഓരോ ഇസഡ് നോട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും? ഒരു എക്സ് നോട്ടിൻ്റെ പ്രസൻസ് ഉണ്ടാകും. അതാണ് പറയുന്നത് therefore there exists an x naught element of x such that അവിടുത്തെ ഫംഗ്ഷൻ ഏതാ? എക്സിൽ നിന്ന് ഇസഡിലേക്കുള്ള ഫംഗ്ഷനാണ്. അത് ഏതാ ഫംഗ്ഷൻ? ജി കോമ്പോസിറ്റ് എഫ്. therefore such that g of f of x naught is equal to z naught. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് എക്സിൽ നിന്ന് ഇസഡിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് for every z naught element of z there exists an x naught element of x such that g composite f of x naught is equal to z naught. that means g composite f is on to. സോ ജി കോമ്പോസിറ്റ് എഫ് ആദ്യം നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് എന്താണെന്ന് പ്രൂവ് ചെയ്തു? ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്തു. ഹെൻസ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 വി ക്യാൻ സേ ദാറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു തിയറം ആയിരുന്നു. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടൊരു തിയറമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ പറഞ്ഞ തിയറം എനിക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി കീപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.